ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് CCTV വിഷ്വൽസ് അർച്ചനയ്ക്കും സച്ചിക്കും കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഇതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല അല്ലേ സാറെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതേയെന്നും ടിപ്പർ അനൂപിനെ ഇടിക്കാനായിട്ടാ വന്നത്. അപ്പോൾ അനൂപ് വണ്ടി വെട്ടിച്ചപ്പോൾ ആ പെൺകുട്ടി മുന്നിൽ വന്ന് ചാടുകയായിരുന്നു. അപ്പോൾ ഈ വിഷ്വൽസ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും അനൂപേട്ടനെയും ധനുഷിനെയും രക്ഷിക്കാൻ പറ്റും അല്ലേ സാറെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചിലപ്പോ നമ്മളെക്കാൾ നേരത്തെ തന്നെ മധു ഈ വിഷ്വൽസ് കണ്ടു കാണുമെന്നും അയാൾക്ക് വിശ്വാസം വരാത്തതുകൊണ്ടാകും അനൂപിനെയും ധനുഷിനെയും കൊണ്ടുപോയതെന്നും CI പറയുന്നു. ഒരുപക്ഷെ ആ ടിപ്പർ ഡ്രൈവറിനെ നേരിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് മധുവിന്റെ മുന്നിൽ കൊണ്ടുപോയി സത്യങ്ങൾ പറയിപ്പിക്കാമായിരുന്നെന്നും അതുവഴി അനൂപനെ രക്ഷിക്കാമായിരിക്കുമെന്നും അർച്ചന പറയുന്നു. അത്ര എളുപ്പത്തിലൊന്നും പക്ഷേ നമുക്ക് അയാളെ കിട്ടില്ലെന്നും പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് അയാൾ ഒളിക്കുന്നതെന്നും CI പറയുന്നു. എന്താണെങ്കിലും തന്ത്രപരമായി മാത്രമേ അവനെ പിടികൂടാൻ സാധിക്കൂ. എന്താണെങ്കിലും ഞാനൊരു ഉപായം പറഞ്ഞു തരാം, അർച്ചന വേണം അത് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് CI കാര്യങ്ങളെല്ലാം അർച്ചനയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെങ്കൽ മധുവിനെയും അനൂപിനെയും ധനുഷിനെയുമാണ്. അണ്ണ ഇവരെന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, കൊന്നേക്കാമെന്ന് അമ്പാൻ പറയുമ്പോൾ വേണ്ടെന്നും നമ്മളെ വെല്ലുവിളിച്ചവള് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നും മധു പറയുന്നു. മധു, ഞാൻ സത്യമാണ് പറയുന്നത്, നിങ്ങളുടെ പെങ്ങളെ എനിക്ക് അറിയുക പോലുമില്ല. ആ ടിപ്പർ എന്നെ ഇടിക്കാൻ വന്നപ്പോ ഞാൻ വണ്ടി വെട്ടിച്ചപ്പോ ഉണ്ടായ വെറും ആക്സിഡന്റ് മാത്രമാണിത്. എനിക്ക് ഭാര്യയും കുഞ്ഞുമൊക്കെ ഉള്ളതാണ്. എന്നെ ഒന്ന് വിശ്വസിക്കണം എന്നൊക്കെ അനൂപ് പറയുമ്പോ ധനുഷ് പറയുകയാണ്, അനൂപേട്ട ഇവരൊന്നും നമ്മളെ എന്താണെങ്കിലും വിശ്വസിക്കുകയില്ല. ഇവൻ ഈ പറയുന്ന കള്ളക്കഥയൊന്നും കേട്ടാൽ ഞാൻ എന്താണെങ്കിലും വിശ്വസിക്കാനേ പോകുന്നില്ല. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമാണ്, നിനക്ക് ഈ കൊട്ടേഷൻ തന്നത് ആരാണ്? എന്താണെങ്കിലും അവളും കൂടി വരട്ടെ, അവളുടെ മുന്നിലിട്ട് വരണം എനിക്ക് നിങ്ങളെ രണ്ടിനെയും തീർക്കാനെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടേക്ക് ഇരിക്കുകയാണ് മധു. പിന്നീട് കാണിക്കുന്നത് ടിപ്പർ ഗണേശിനെ തിരക്കി പോകുന്ന അർച്ചനയാണ്. അർച്ചന അവരുടെ താവളത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഗുണ്ടകൾ വന്ന് അർച്ചനയ്ക്ക് മുന്നിൽ നിന്ന് തടയുകയാണ്. നിന്നെ പോലീസുകാർ പറഞ്ഞു വിട്ടതാണോ അതോ എന്തെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ വന്നതാണോ എന്ന് അവർ അർച്ചനയോട് ചോദിക്കുമ്പോൾ അതിന് രണ്ടുമല്ലെന്നും ഞാൻ ചെങ്കൽ മധുവിന്റെ ആളാണെന്നും ടിപ്പർ ഗണേശനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിട്ടതാണെന്നും അർച്ചന പറയുന്നു. എന്നാ അത് പിന്നെ നേരത്തെ പറയണ്ടേ എന്ന് ഗുണ്ട ചോദിക്കുമ്പോ അതിന് നിങ്ങളിങ്ങനെ കൊല്ലുന്ന പോലെ മുന്നിൽ കയറി നിന്ന ഞാനെങ്ങനെ പറയാനാണെന്ന് അർച്ചന ചോദിക്കുന്നു. അല്ല ടിപ്പർ ഗണേഷ് എവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോ വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാള് ഗണേഷിന്റെ അടുത്തേക്ക് അർച്ചനയെ കൊണ്ടുപോവുകയാണ്. അണ്ണാ ഇത് ചെങ്കൽമത് പറഞ്ഞു വിട്ട ആളാണെന്ന് ഒരു ഗുണ്ട പറയുമ്പോ എന്താ നീ ഏതാണെന്ന് ഗണേഷ് ചോദിക്കുന്നു. എനിക്ക് നിങ്ങളോട് മാത്രമാ സംസാരിക്കാനുള്ളതെന്ന് പറയുമ്പോ ആ ഗുണ്ടയെ പറഞ്ഞു വിടുകയാണ് ടിപ്പർ ഗണേഷ്. തുടർന്ന് അനൂപിന്റെ ഫോട്ടോ കാണിച്ച് അയാളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്നും നീ കൂടുതൽ വിളച്ചിലെടുക്കാൻ നിൽക്കണ്ടെന്നും ഗണേഷ് പറയുന്നു. അതെ, നീ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയത് എന്റെ സഹോദരനെയാണ് എന്ന് അർച്ചന പറയുമ്പോൾ അപ്പോൾ നീ ചെങ്കൽമത് വന്ന ആളല്ല അല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ഗണേഷ്. നിങ്ങൾ എന്റെ സഹോദരനെ കൊല്ലാൻ നോക്കിയപ്പോൾ അവിടെ കൊല്ലപ്പെട്ടതേ മധുവിന്റെ സഹോദരിയാണ്. എന്റെ സഹോദരൻ ഇപ്പോൾ അയാളുടെ തടങ്കലിലാണ്. നിങ്ങൾ വന്ന് സത്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ എന്റെ സഹോദരനെ അയാൾ വെറുതെ വിടുകയുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ മധുവിന്റെ മുന്നിൽ വന്ന് സത്യങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുകയാണെന്നും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാനും ഗണേശ് ദേഷ്യത്തോട് പറയുകയാണ്. നീ സ്ഥലം കാലിയാക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഗണേശ് ലോറിയിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് ഗണേശ് താഴേക്ക് വീഴുകയാണ്. അതേസമയം തന്നെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നു. ഇയാൾക്ക് എന്തു പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇതാണ് ടിപ്പർ ഗണേഷ് എന്നും ഇയാളുടെ ബോധം പെട്ടെന്ന് കെട്ടതാണെന്നും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നും അർച്ചന പറയുന്നു. അങ്ങനെ അയാളെ വണ്ടിയിലിട്ടുകൊണ്ട് സച്ചിയും അർച്ചനയും അനൂപിന്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അർച്ചനയും സച്ചിയും ടിപ്പർ ഗണേഷിനെയും കൊണ്ട് മധുവിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതേസമയം അനൂപിന്റെ ധനുഷിന്റെ ദേഹത്ത് ബോംബ് ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് മധു. മധു, നിന്റെ സഹോദരിയെ കൊന്നത് അനൂപേട്ടനല്ല, എല്ലാ സത്യങ്ങളും ഇവൻ പറയുമെന്ന് പറഞ്ഞ് സച്ചി ടിപ്പർ ഗണേഷിനെ മധുവിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. തുടർന്ന് അർച്ചന സത്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് മധു. തുടർന്ന് സച്ചിയും പിടിച്ച് കെട്ടിയിടുകയാണ്. നിങ്ങളുടെ പെങ്ങളെ പോലെ ഒരു ഗർഭിണിയായ സ്ത്രീയല്ലേ ഞാൻ, വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നു എന്നിട്ട് ഇവരെല്ലാവരെയും വെറുതെ വിടണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അർച്ചന. തുടർന്ന് മധുവിന്റെ കാൽകൾ വീണ് പൊട്ടിക്കരയുകയാണ് അർച്ചന. അതേസമയം വക്കീല് എങ്ങനെയൊക്കെയോ അവിടെ എത്തുകയാണ്. മധു, അവരെ ഒന്നും ചെയ്യരുത്, അർച്ചന പറഞ്ഞതെല്ലാം സത്യമാണ്, തെളിവുകളെല്ലാം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് CCTV വിഷ്വൽസ് എല്ലാം അവരെ കാണിച്ചു കൊടുക്കുകയാണ് വക്കീല്. അനു ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റുപറ്റിയത് നിനക്കാണെന്ന് വക്കീല് പറയുമ്പോ
ടിപ്പർ ഗണേഷിന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് ചെങ്കൽ മധു. തുടർന്ന് അമ്പാനോട് അവരെ മൂന്നുപേരെയും അഴിച്ചുവിടാൻ പറയുകയാണ് മധു. അർച്ചനെ തെറ്റുപറ്റിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീ ഇവരെ കൊണ്ടുപോക്കോ. ഇനി എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും മധു പറയുന്നു. ഇനിയും സത്യങ്ങൾ അറിയാതെ ഇതുപോലെ ആരെയും ഉപദ്രവിക്കരുത്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളെന്ന് പറഞ്ഞ് അർച്ചന അവരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് എല്ലാവരും ചേർന്ന് ടിപ്പർ ഗണേഷിനെ പൊതിരെ തല്ലുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.